ഹലോ എവ്രി വൺ. നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷ് ബുക്കാണ്. അതിലെ ഒന്നാമത്തെ പാഠം, ഒന്നാമത്തെ ലെസൺ, ഫസ്റ്റ് ചാപ്റ്റർ, ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. ഇതാണ് യൂണിറ്റ് 1, ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. ഇതിനകത്ത് നമുക്ക് വി ക്യാൻ സീ എ പിക്ചർ ആൻഡ് ദർ ഈസ് 2 vehicles, എ ബസ് ആൻഡ് എ കാർ. So we can understand the lesson's chapter's name is what it indicates, what the name of the chapter indicates. Honk honk toot toot. ചിത്രത്തിൽ നമുക്ക് 2 വെഹിക്കിൾസിനെ കാണാനുണ്ട്. അപ്പം നമുക്ക് ഈ പാഠത്തിൻ്റെ പേര് എന്താണ്, വെഹിക്കിൾസിൻ്റെ ഹോണാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. നമുക്ക് ഫസ്റ്റ് പേജിലേക്ക് പോവാം. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് എ പിക്ചർ ഓഫ് എ ബസ് ആണ് ഉള്ളത്. ഓക്കെ, ഒരു ബസ്സിൻ്റെ പിക്ചറാണ്. അപ്പോൾ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് ദിസ് ഈസ് എ ബസ്. ദിസ് ഈസ് എ ബസ്. ഇതൊരു ബസ്സാണ്. എ ബ്ലൂ ബസ്. ബസ്സിനെ എങ്ങനെയാണ് വർണ്ണിച്ചത്? എ ബ്ലൂ ബസ്. നീല നിറത്തിലുള്ള ബസ്സാണ്. Then the bus is big. The bus is big. ബസ്സിൻ്റെ വലുപ്പമാണ് പറഞ്ഞിട്ടുള്ളത്. ബസ് ഈസ് ബിഗ്. ബിഗ് ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബിഗ് എന്നുള്ളത് വലുതാണെന്ന് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ടാണ് അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് ദ കളർ ഓഫ് ദി ബസ്? സോ യു ഹാവ് ടു ആൻസർ ദ കളർ ഓഫ് ദ ബസ്. ദ കളർ ഓഫ് ദ ബസ് ഈസ് ബ്ലൂ. ബസ്സിൻ്റെ കളർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെയാണ് പറയേണ്ടത്? The color of the bus is blue. ഇനി കാറിൻ്റെ സൈസ് എങ്ങനെയാണ്? ബസ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദ കാർ ഈസ് സ്മോൾ. ഇനി അതിൻ്റെ താഴെ അവിടെയും സ്മോളിനെ ഹൈലൈറ്റ് ചെയ്ത് കണ്ടോ? എങ്ങനെയാണ്? ഹൈലൈറ്റ് അല്ല, ഷോർട്ടാക്കിയിട്ടാണ് ലൈറ്റ് പറഞ്ഞിട്ടുള്ളത്. സ്മോൾ എങ്ങനെ ചെറുതാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബിഗ് എന്ന് മുന്നത്തെ പേജിൽ നമ്മൾ ബിഗ് കണ്ടോ? ബിഗിനെ വലുതാക്കിയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അല്ലേ. വലിയ അക്ഷരങ്ങൾ സ്മോൾ ലെറ്റർ തന്നെയാണ്, പക്ഷേ ആ ലെറ്റേഴ്സിനെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെയോ സ്മോൾ എന്നുള്ളതിനെ കുറച്ച് ചെറുതാക്കിയിട്ടുമാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബിഗ് എന്ന് പറഞ്ഞത് വലുത്, സ്മോൾ എന്ന് പറഞ്ഞത് അതിൻ്റെ നേരെ വിപരീതം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്മോൾ. ഓക്കെ, അതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് ദ കളർ ഓഫ് ദി കാർ? സോ വി ഹാവ് ടു ആൻസർ ദ കളർ ഓഫ് ദ കാർ ഈസ് റെഡ്. എന്താണ് കാറിൻ്റെ കളറ്? എന്താണ് നമ്മൾ ആൻസർ പറയുക? കാറിൻ്റെ കളറ് ചുവപ്പാണ്. ഇനി അടുത്ത പേജിൽ ബസ് പാട്ട് പാടുന്ന ബസ് സ്വയം സംസാരിക്കുകയാണ്. ഐ ആം എ ബസ്, ഐ ആം എ ബസ്, ഹോങ് ഹോങ് ബസ്. ഒരു പാട്ടിൻ്റെ രൂപത്തിൽ, ഒരു പോയം പോലെ. ഓക്കെ, ഐ ആം എ ബസ്. എന്താണ്? ഞാൻ ബസ്സാണ്. ഹോങ് ഹോങ് ഹോണടിക്കണം. ഹോങ് ഹോങ് ബസ്, ഹോണടിക്കുന്ന ബസ്സാണ്. താഴെ ആ റോട്ടിലൊരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ബ്ലൂ ബസ് എവിടെയാണുള്ളത്? ഓൺ ദ റോഡ്. റോഡുമല്ലാണ്, റോട്ടിലാണുള്ളത്. അതാണ് പറഞ്ഞത്, ഓൺ ദ റോഡ്. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ദെൻ വെർ ഇസ് ദ ബസ് ഗോയിങ്? ബസ് എങ്ങോട്ടാണ് പോണത്? എങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കുക കേട്ടോ. ഇനി അടുത്ത പേജിൽ ഇതേപോലെ കാറ് സംസാരിക്കുകയാണ്. ഐ ആം എ കാർ, ഐ ആം എ കാർ, ടൂട്ട് ടൂട്ട് കാർ. എങ്ങനെയാണ്? ഞാൻ കാറാണ്. കാറിൻ്റെ ഹോണാണ് ടൂട്ട് ടൂട്ട് കാർ. ടൂട്ട് ടൂട്ട് എന്നുള്ള ഹോൺ അടിക്കുന്ന കാറാണ്. ഇനി അതിൻ്റെ നേരെ താഴെ എന്തുണ്ട്? ഒരു സെൻറ്റൻസ് ഉണ്ട്, നമുക്ക് വായിക്കാം. ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. റെഡ് കാർ എവിടെയാണുള്ളത്? റോട്ടിലാണ് ഉള്ളത്. ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. നെക്സ്റ്റ് പേജിൽ എന്താണ്? ബസ് വീണ്ടും പറയുകയാണ്, ഐ ഹാവ് എ ഹോൺ. ഹോൺ. ഐ ഹാവ് എ ഹോൺ. ഐ ഹാവ് എ ഹോൺ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക്
എന്തുണ്ട്? ഒരു ഹോൺ ഉണ്ട്. ഐ ഹാവ്, എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ അടുത്തുണ്ട് എന്നൊക്കെ പറയാനാണ് ഐ ഹാവ് എന്ന് പറയാം. അപ്പോൾ ഐ ഹാവ് എ ഹോൺ, എനിക്കൊരു ഹോൺ ഉണ്ട്. ഹോങ് ഹോങ് ഹോൺ, ഇങ്ങനെ അതിൻ്റെ ഹോൺ എങ്ങനെയാണ്? ഹോങ് ഹോങ് ഹോൺ. ഓക്കെ, ഇനി താഴെ നമുക്കൊരു സെൻറ്റൻസ് ഉണ്ട് തന്നിട്ട്, ദ ബസ് ഹാസ് എ ഹോൺ, ഇറ്റ് സൗണ്ട്സ് ഹോങ് ഹോങ്. ദ ബസ് ഹാസ് എ ഹോൺ, ഇവിടെ എങ്ങനെയാണ്? ബസ് ഹാസ് എ ഹോൺ. ഹാവും ഹാസും നമ്മൾ ഒരേ ആവശ്യത്തിനാണ് യൂസ് ചെയ്യുന്നത്. അതായത് എൻ്റെ കയ്യിലുണ്ട്, നമ്മുടെ അടുത്തുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അടുത്തല്ല, നമ്മുടെ കയ്യിലുണ്ട്, എനിക്കുണ്ട് എന്നുള്ള രീതിയിൽ പറയാനാണ് ഐ ഹാവും എന്നതുപോലെ ഹാവും ഹാസൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐൻ്റെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. മറ്റ് സബ്ജക്ട്സ് വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ബസ്സിനെയാണ് പറയുന്നത്. അപ്പോൾ ദ ബസ് ഹാസ് എ ഹോൺ, ദ ബസ് ഹാസ് എ ഹോൺ. ബസ്സിന് എന്തുണ്ട്? ഒരു ഹോൺ ഉണ്ട്. ഇറ്റ് സൗണ്ട്സ് ഹോങ് ഹോങ്, അതിൻ്റെ സൗണ്ട് എങ്ങനെയാണ്? ഹോങ് ഹോങ് എന്നാണ്. ഓക്കെ, ഇനി അതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഡസ് ദ ബസ് ഹാവ് ഓൺലി എ ഹോൺ? ബസ്സിന് ഹോൺ മാത്രമേ ഉള്ളൂ ആണോ? അല്ല, ദ ബസ് ഹാസ് എന്തുണ്ട്? ദ ബസ് ഹാസ് ടയേഴ്സ്, ദ ബസ് ഹാസ് സീറ്റ്സ്, ദ ബസ് ഹാസ് എ ഡ്രൈവർ. അങ്ങനെ ബസ്സിന് എന്തെല്ലാം ഉണ്ട് അതെല്ലാം നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, നെയിം ദ അതർ പാർട്സ് ഓഫ് ദ ബസ്. ബസ്സിൻ്റെ മറ്റ് പാർട്സുകളെ ഏതൊക്കെയാണെന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത പിക്ചറിൽ അതുപോലെ ബസ് കാറ് പറയുന്നത് എന്താണ്? ഐ ഹാവ് ലൈറ്റ്സ്, വൈറ്റ് ലൈറ്റ്സ്. ഐ ഹാവ് ലൈറ്റ്സ്, എനിക്ക് എന്തുണ്ട്? ലൈറ്റ്സ് ഉണ്ട്. എങ്ങനത്തെ ലൈറ്റ്സ് ആണ്? വൈറ്റ് ലൈറ്റ്സ്, വൈറ്റ് നിറത്തിലുള്ള ലൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി താഴെ അതേപോലെ നമ്മൾ ബസ്സിന് ഹോൺ ഉണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ കാറിന് എന്തുണ്ടെന്ന് പറയാണ്. നമുക്ക് വായിക്കാം. ദ കാർ ഹാസ് 2 ലൈറ്റ്സ്. കാറിന് എന്തുണ്ട്? 2 ലൈറ്റ്സ് ഉണ്ട്. കാർ ഹാസ് 2 ലൈറ്റ്സ്. കാറിന് 2 ലൈറ്റുകളുണ്ട്. ദേ ആർ വൈറ്റ്, അവ എങ്ങനെയൊക്കെയാണ്? വൈറ്റ് കളറാണ്. ഓക്കെ, നമ്മൾ ബസ്സിന് പറഞ്ഞ പോലെ തന്നെ ദ കാർ ഹാസ് മെനി പാർട്സ് അല്ലേ? കാറിന് 2 ലൈറ്റ്സ് മാത്രമല്ല ഉള്ളത്, വേറെയും കുറേ പാർട്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ആൻസർ പറയാം. ഓക്കെ, നെക്സ്റ്റ് പേജിൽ വേറെ ഇതുപോലെ ബസ് വീണ്ടും പറയുകയാണ്. എന്താ പറയണത്? ഐ റൺ ഫാസ്റ്റ്. ഞാൻ എങ്ങനെ ഓടും? നല്ല ഫാസ്റ്റിൽ ഓടും അല്ലേ? ബസ് പൊങ്ങച്ചം പറയാണ്. ഐ റൺ ഫാസ്റ്റ്. അതേസമയം കാറും വിട്ടുകൊടുക്കുന്നില്ല. നെക്സ്റ്റ് പേജിൽ കാർ എന്താ പറയുന്നത്? മീ ടു എന്ന് പറയുന്നത് എന്താണ്? ഞാനും നല്ല ഫാസ്റ്റിൽ ഓടും, ഞാനും ചെയ്യും, എൻ്റെ കൂടെ എനിക്കും ഉണ്ട് അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ മീ ടു എന്ന് പറയട്ടോ. അപ്പോൾ ബസ് പറഞ്ഞു ബസ്സിന് സ്പീഡിൽ ഓടാൻ കഴിയുമെന്ന്. അപ്പോൾ കാറ് പറയാണ് എനിക്കും കഴിയും, അതിനാണ് മീ ടു എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. സോ അറ്റ് ദാറ്റ് ടൈം നമ്മുടെ പോലീസ് ഓഫീസർ എന്താണ് പറയുന്നത്? ഹേ, പോലീസ് ഓഫീസർക്ക് ദേഷ്യം വന്നു അല്ലേ? രണ്ടുപേരും കൂടെ ഇങ്ങനെ പൊങ്ങച്ചം പറയാൻ തുടങ്ങിയപ്പോൾ. ഇനി താഴെ രണ്ട് സെൻറ്റൻസസ് ഉണ്ട്, നമുക്ക് വായിക്കാം. ദ ബസ് റൺസ് ഫാസ്റ്റ്. ബസ് എങ്ങനെ ഓടും? നല്ല ഫാസ്റ്റിൽ ഓടും. അതേപോലെ ദ കാർ റൺസ് ഫാസ്റ്റ്, കാറും നല്ല ഫാസ്റ്റിൽ ഓടും. ഇനി താഴെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ദ കാർ ആൻഡ് ബസ് റൺ ഫാസ്റ്റ്, കാറും ബസ്സും നല്ല ഫാസ്റ്റിൽ ഓടും. ഈസ് ഇറ്റ് ഗുഡ്? നല്ലതാണോ? ഫാസ്റ്റിൽ ഓടുന്നത് നല്ലതാണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജിൽ അവർ മത്സരം നിർത്തിയിട്ടൊന്നുമില്ല, വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ബസ് എന്താ പറയണത്? ഹോങ് ഹോങ് ഹേ കാർ ഗീവ് വേ. ഹോൺ അടിക്കുകയാണ്. ഹോങ് ഹോങ് ഹേ കാർ, എടോ കാറേ ഗീവ് വേ, എനിക്ക് വഴി താ. ഗീവ് വേ, എനിക്ക് വഴി താ. അപ്പം എന്താണ് നമ്മുടെ കാറ് തിരിച്ച് പറയുന്നത്? നെക്സ്റ്റ് പേജിൽ കാണാം. കാർ എന്താണ് പറയുന്നത്? ടൂട്ട് യു മൂവ്. ടൂട്ട് ഹോൺ അടിക്കുകയാണ്. കാറിൻ്റെ ഹോൺ അടിക്കുകയാണ്. എന്നിട്ട് പറയാണ് യു മൂവ്, നീ മാറ്. ഓക്കെ, അതേസമയം നമ്മുടെ പോലീസ് ഓഫീസർ സെൻറ്ററിൽ നിൽക്കുന്നുണ്ട് അല്ലേ? സാർ എന്താ പറയുന്നത്? സ്റ്റോപ്പ്. ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്ത് കണ്ടോ? STOP, സ്റ്റോപ്പ്. അവിടെ നമ്മൾ സ്റ്റോപ്പിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്ന് നല്ലോണം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് വലുതാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സ്റ്റോപ്പ്.
ദെൻ അതിൻ്റെ തൊട്ട് മുന്നത്തെ പേജിൽ താഴെ ഒരു സെൻറ്റൻസസ് ഉണ്ട്, 3 സെൻറ്റൻസസ് നമുക്ക് വായിക്കാം. സ്റ്റോപ്പ് ഷൗട്ട്സ് ദ പോലീസ് ഓഫീസർ. സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ആരാണ് ഷൗട്ട് ചെയ്യുന്നത്? ഷൗട്ട്സ് ദ പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസർ ഷൗട്ട് ചെയ്യാണ്. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്. ബസ് എന്ത് ചെയ്തു? ബസ് നിർത്തിയില്ല. ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്. ബസ് നിർത്താതെ പോയിക്കൊണ്ടിരിക്കുക. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്. താഴെ ഒരു സെൻറ്റൻസ് കൂടെ ഉണ്ട്. എന്താണ്? ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. ദ കാർ ആൾസോ ഡസ് നോട്ട് സ്റ്റോപ്പ്. കാറും നിർത്തിയില്ല. പിന്നെ എന്താ ഉണ്ടാവുക? രണ്ടുപേരും നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രാഷ്. ഇവിടെ എന്ത് സംഭവിച്ചു? 2 വണ്ടിയും കൂടെ കൂട്ടിയിടിച്ചു അല്ലേ? ബസ്സും കാറും കൂട്ടിയിടിച്ച് ക്രാഷായിപ്പോയി. ഇവിടെ സെൻറ്റൻസ് തന്നെ എന്താണ്? ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. അവർ പരസ്പരം കൂട്ടിമുട്ടി. ഹിറ്റ് ഇടിച്ചു. ഹിറ്റ് ഈച്ച് അതർ. പരസ്പരം രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടി അല്ലേ? അതേസമയം നമ്മുടെ പോലീസ് ഓഫീസർ എന്താ ചെയ്തത്? മൂവ്, റൺ അവേ. അവിടെ നിന്ന് മാറി ഓടി അല്ലേ? വെർ ഇസ് ദ പോലീസ് ഓഫീസർ? ഇവിടെ പോയി പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസർ അപ്പുറത്തേക്ക് മാറി അല്ലേ? നടുവിൽ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പോലീസ് ഓഫീസർ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോകും. അപ്പോൾ എന്ത് ചെയ്തു? ഇത് ക്രാഷ് ആവുന്ന സമയം തന്നെ ആളെന്ത് ചെയ്തു? അപ്പുറം ചാടി. ദെൻ നെക്സ്റ്റ് പേജ്. ഔച്ച് മൈ ഹോൺ. ബസ് പറയണേ ഔച്ച്, അയ്യോ, മൈ ഹോൺ, എൻ്റെ ഹോൺ വീണുപോയി അല്ലേ? ഹോൺ വീണുപോയി, നിലത്ത് വീണുപോയി. ദ ഹോൺ ഫെൽ ഡൗൺ. ഹോൺ എന്തായി? താഴെ വീണു. ഹോൺ ഫെൽ ഡൗൺ. നെക്സ്റ്റ് പേജിൽ നമ്മൾ കാറ് പറയുന്നുണ്ട്. ഓ മൈ ലൈറ്റ്, എൻ്റെ ലൈറ്റും പോയി അല്ലേ? ഓ എൻ്റെ ലൈറ്റ്, അയ്യോ എൻ്റെ ലൈറ്റ്. തൊട്ട് മുന്നത്തെ പേജിൽ 2 സെൻറ്റൻസ് ഉണ്ട്. ദ ഹോൺ ഫെൽ ഡൗൺ. ദ ഹോൺ ഫെൽ ഡൗൺ. ഹോൺ എന്തായി? താഴെ വീണു. ഫെൽ വീണു, ഡൗൺ താഴെ വീണു. ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ. കാറിൻ്റെ ലൈറ്റും ഫെൽ ഡൗൺ താഴെ വീണു. ഓക്കെ, ഇനി ബസ് ആരെ കുറ്റപ്പെടുത്തുകയാണ്? ഇനി പരസ്പരം കുറ്റപ്പെടുത്താൻ പോവാണ് കേട്ടോ. ബസ് എന്താ പറയണത്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ബസ് കാറിനോട് പറയാണ് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്. കാറിനോട് പറയാണ്, കാറേ അത് നിൻ്റെ മിസ്റ്റേക്കാണ്, നിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് പറ്റിപ്പോയതാണ്. അതേസമയം നെക്സ്റ്റ് പേജിൽ നമ്മുടെ കാറ് പറയുന്നുണ്ട് നോ ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. അല്ലല്ല, എൻ്റെ ഭാഗത്ത് തന്നെ അല്ല, നിൻ്റെ ഭാഗത്താണ്. ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. ബസ്സിനോട് പറയാണ് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. നിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതിന് പറയുന്ന സെൻറ്റൻസാണ് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ദ ബസ് ഈസ് ആംഗ്രി. ബസ്സിന് ദേഷ്യം വന്നു. ആംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഷ്യം. ദ ബസ് ഈസ് ആംഗ്രി. ബസ് നല്ല ദേഷ്യത്തിലാണ്. ദ കാർ ഈസ് ആൾസോ ആംഗ്രി. കാറും അതേപോലെ എന്താണ്? നല്ല ദേഷ്യത്തിൽ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ പോലീസ് ഓഫീസർ സെൻറ്ററിൽ വന്നിട്ട് പറയുന്നുണ്ട് അല്ലേ? എന്താ പറയണത്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ആരോടാ പറയുന്നത്? ബസ്സിനോട് പറയണേ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. അതേസമയം ബസ്സിന് മനസ്സിലായി നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണെന്നുള്ളത്. അപ്പോൾ ബസ് എന്താ പറയണത്? ഐ ആം സോറി സർ. എൻ്റെ അടുത്ത് തെറ്റ് പറ്റിപ്പോയി അല്ലേ? ഐ ആം സോറി സർ എന്ന് പറയാണ്. എന്നിട്ട് പോലീസ് ഓഫീസർ കാറിനോടും ഇതേ ഡയലോഗ് പറയാണ് കേട്ടോ. എന്താണ്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു. ഇത് നിൻ്റെയും കൂടെ മിസ്റ്റേക്കാണ്. ഇവിടെ ടു എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് കണ്ടോ? അതാണ് എന്താണ്? നിൻ്റെയും കൂടെ, അവിടെയും കൂടെ ഉണ്ട്, ഒരാളും കൂടെ ഇതിന് ബാധകമാണ് എന്ന് പറയണേ. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു. ഇത് നിൻ്റെയും കൂടെ മിസ്റ്റേക്കാണ്. അപ്പോൾ കാറിന് മനസ്സിലായി നമ്മുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റുന്നത്. അപ്പോൾ കാർ എന്താ പറയുന്നത്? സോറി സർ അല്ലേ? അപ്പോൾ രണ്ടുപേരും സോറി പറഞ്ഞു. അപ്പം നമ്മുടെ ഇവിടെ വേറെ കുറേ കഥാപാത്രങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ മങ്കി ഉണ്ട്, ഡക്ക് ഉണ്ട്, മൗസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൽ മങ്കി കൊണ്ടുവന്നിട്ട് എന്താ കൊടുക്കുന്നത്? ഹോൺ ബസ്സിന് എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാം ഹിയർ ഈസ് യുവർ ഹോൺ, ഹിയർ ഈസ് യുവർ ഹോൺ. ഇതാ നിങ്ങളുടെ ഹോണ്. ഹെൽപ്പ് ചെയ്യണം. ഹിയർ ഈസ് യുവർ ഹോൺ. മങ്കിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേപോലെ കാറിൻ്റെ ലൈറ്റും ഒരാളെടുത്ത് കൊടുക്കുന്നുണ്ട്. അതാരാണ്? കൗ എടുത്ത് കൊടുക്കുകയാണ്. ഹിയർ ഈസ് യുവർ ലൈറ്റ്. ഇതാ നിങ്ങളുടെ ലൈറ്റ്. എന്നിട്ട് ലൈറ്റ് വെച്ച് കൊടുത്തു. ഓക്കെ, അപ്പോൾ ബസ് എന്താ പറയുന്നത്? താങ്ക് യു സർ അല്ലേ? പോലീസ് ഓഫീസറിനോട് പറയാണ് താങ്ക് യു സർ.
ബസ് എന്താ സോറി കാറാണ് പറഞ്ഞത് താങ്ക് യു സർ എന്നല്ലേ. കാറ് പറയാണ് താങ്ക് യു സർ. അപ്പോൾ എന്താണ് ബസ്സും പറയുന്നത് എന്താണ് ബായ് സർ അല്ലേ. പോവാണ്. ഇനി രണ്ട് ബസ്സും കാറും അവരെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ബായ് സർ. അപ്പോൾ ആര് താക്കീത് കൊടുക്കുന്നുണ്ട്? നമ്മുടെ പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസർ ആരാണ്? ഒരു ബെയറാണ് കേട്ടോ. പോലീസ് ഓഫീസർ എന്താണ് താക്കീത് കൊടുക്കുകയാണ്, ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. കണ്ടില്ലേ പോലീസ് ഓഫീസർ പറയുന്നത് ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. എന്തായത്? ഇതിനി ആവർത്തിക്കരുത്, ഇങ്ങനെയൊരു സംഭവം ഇനി ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു സെൻറ്റൻസാണ് എന്ത്? ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ഇതുപോലെ സംഭവിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനാണ് ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റോറി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള പാഠം എന്താണ്? സ്പീഡിലൊന്നും വണ്ടി പോകാൻ പാടില്ല അല്ലേ. വണ്ടികൾ സ്പീഡിൽ പോകാൻ പാടില്ല. പോലീസ് ഓഫീസറൊക്കെ ഉണ്ടാവും നമ്മളെ റോട്ടിലൊക്കെ പോകുമ്പോൾ കാണാറില്ലേ ട്രാഫിക് പോലീസിനെ. അപ്പോൾ അവരൊക്കെ പറയുന്നതനുസരിച്ച് നിർത്താൻ്റെ സമയത്ത് നിർത്തണം, പോകാൻ പറയുന്ന സമയത്ത് നമ്മൾ പോകാൻ വേണം അല്ലേ. അതിനിടയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് എനിക്ക് സ്പീഡിൽ അവിടെ എത്തണം എന്നൊക്കെയുള്ള ദേഷ്യം പിടിച്ച് നിൽക്കാനൊന്നും പാടില്ല. നമ്മുടെ അവിടെ റൂൾസൊക്കെ എന്ത് ചെയ്യണം? പാലിച്ചിരിക്കണം. ഇല്ലെങ്കിൽ എന്തുണ്ടാവും? ഇതുപോലത്തെ അപകടങ്ങളൊക്കെ സംഭവിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിൽ നമ്മുടെ കാറും ബസ്സും പോയി അല്ലേ. കാറും ബസ്സും അവിടുന്ന് അടിപിടിയൊക്കെ ഉണ്ടായി, നല്ല അടിയൊക്കെ ഇടിച്ച് കാറിൻ്റെ ലൈറ്റും ബസ്സിൻ്റെ ഹോണൊക്കെ വീണു പോയിരുന്നു. അതെല്ലാം ശരിയാക്കിയിട്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ആ ഒരു സീനറിനെ കുറിച്ച് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒരു പോയം വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. Green trees, you are so nice. Green trees, green എന്ന് പറഞ്ഞാൽ പച്ച മരങ്ങളല്ലേ. നമ്മുടെ റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും നല്ലോണം മരങ്ങളൊക്കെ ഉണ്ടല്ലേ. പച്ച കളറിൽ പുല്ലും മരങ്ങളും ഒക്കെ നിറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നോക്കിയിട്ട് പറയാണ് ഗ്രീൻ ട്രീസ് യു ആർ സോ നൈസ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. യു ആർ സോ നൈസ്, നല്ല രസമായിട്ടുണ്ട് കാണാൻ. ഓക്കെ, ഐ ആം സോ ഹാപ്പി. ഈ ഗ്രീൻ ട്രീസിനൊക്കെ കണ്ടിട്ട് ഐ ആം സോ ഹാപ്പി, ഞാൻ നല്ല സന്തോഷത്തിലാണ്. ടു സീ യു ഓൾ, ഇതൊക്കെ കണ്ടതിൽ ടു സീ യു ഓൾ, ഇതിനൊക്കെ ഈ ഗ്രീൻ ട്രീസിനൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി അല്ലേ. അതുപോലെ പാടുകയാണ് അടുത്ത സ്റ്റാൻസയിൽ എന്താണ്? ബ്ലൂ ബേർഡ്സ് യു ആർ സോ നൈസ്. ബ്ലൂ ബേർഡ്സ് അവിടെ പാറി കളിക്കുന്നത് കണ്ടോ? ബ്ലൂ ബേർഡ്സ് യു ആർ സോ നൈസ്, നിങ്ങളും കാണാൻ നല്ല ഭംഗിയാണ്. ഐ ആം സോ ഹാപ്പി, ഞാൻ നല്ല സന്തോഷത്തിലാണ്. ടു സീ യു ഓൾ, നിങ്ങളൊക്കെ കണ്ടതിൽ ഐ ആം സോ ഹാപ്പി. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിൽ വേർഡ്സ് ഐ ക്യാൻ റീഡ്. ഇവിടെ വേർഡ്സ് ഐ ക്യാൻ റീഡ്, എനിക്ക് വായിക്കാൻ പറ്റുന്ന വേർഡ്സ് ഏതെല്ലാമാണെന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. ഡ്രോ എ സർക്കിൾ അറൗണ്ട് ദ വേർഡ്സ് യു ക്യാൻ റീഡ്, നിങ്ങൾക്ക് വായിക്കാൻ അറിയുന്ന വേർഡ്സിന് റൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 30 വേർഡ്സോളം നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് വായിക്കാൻ അറിയുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ റൗണ്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് വൺ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിലുള്ള ക്യാരക്ടേഴ്സ്, ഈ സ്റ്റോറിയിലുള്ള കഥാപാത്രങ്ങൾ, ഈ സ്റ്റോറിയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിന് നിങ്ങൾ പുട്ട് ദ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിലുള്ള ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യുക? ടിക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് ക്യാരക്ടേഴ്സിന് എങ്ങനെ തന്നിട്ടുണ്ട്. ബസ്, കാറ്, ബെയർ, മങ്കി, പോലീസ് ഓഫീസർ, ജീപ്പ്, ക്രോ, ഗോട്ട്, കൗ, മൗസ്, ഡോഗ്, കാറ്റ്, ഹെൻ, ഡക്ക്, റാബിറ്റ്, പാരറ്റ്. അപ്പോൾ ഇതിനകത്ത് എഴുതിയ ഈ വേർഡ്സിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു വൈറ്റ് കള്ളി കാണാനുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിനകത്ത് ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. ബസ്, ഫസ്റ്റ് വൺ ഈസ് ബസ് അതിനകത്തുള്ള നമ്മുടെ സ്റ്റോറിയിലെ ഒരു കഥാപാത്രം ആണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ഒരു ടിക്ക് ഇടുക. നെക്സ്റ്റ് വായിക്കുക കാർ നമ്മളെ സ്റ്റോറിയിലുള്ള ആളാണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ടിക്ക് ഇടുക. നെക്സ്റ്റ് അങ്ങനെ നിങ്ങൾ ടിക്ക് ഇട്ട് പോവുക. ഓക്കെ,
അപ്പോൾ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.